പത്തനംതിട്ട റാന്നി അത്തിക്കയത്ത് ഉദ്ഘാടനത്തിന്റെ പിറ്റേന്ന് തകർന്ന പാലത്തിന്റെ പുനർനിർമ്മാണം വീണ്ടും തുടങ്ങി. നാട്ടുകാർ പിരിവെടുത്ത് നിർമ്മിച്ച പാലമാണ് കഴിഞ്ഞ ദിവസം തകർന്നത്. ഉപയോഗിക്കാത്ത പൈപ്പിലൂടെ ജല അതോറിറ്റി വെള്ളം തുറന്നുവിട്ടതാണ് പാലം തകരാൻ കാരണമായത്. അത്തിക്കയം ഗുരുമന്ദിരം കടുമീച്ചിറ റോഡിൽ ഞായറാഴ്ച തുറന്നുകൊടുത്ത പാലമാണ് പിറ്റേ ദിവസം തകർന്നത്. 17 വർഷമായി ഉപയോഗിക്കാത്ത പൈപ്പിലൂടെ ജല അതോറിറ്റി വെള്ളം തുറന്നുവിട്ടതാണ് പാലം തകരാൻ കാരണമായത്. നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് 5 ലക്ഷത്തോളം രൂപ പിരിച്ചെടുത്താണ് 1 വർഷത്തോളം തകർന്ന് ഗതാഗതം ദുരിതമായ പാലം നിർമ്മിച്ചത്. ജല അതോറിറ്റിയാണ് പാലത്തിന്റെ പുനർനിർമ്മാണം നടത്തുന്നത്. ജല അതോറിറ്റിയുടെ പിഴവിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റി കാണിച്ച ഏറ്റവും പൈശാചികമായ ഒരു പ്രവണതയിൽ ഈ റോഡിൻ്റെ ഇവിടം ഇത് ഇടിഞ്ഞതാണത്. തലേദിവസം റോഡ് ഓപ്പൺ ചെയ്ത് നാട്ടുകാർ കൊടുക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസം വാട്ടർ അതോറിറ്റിക്കാർ പണ്ടൊക്കെ കുഴിച്ചിട്ട് പൈപ്പിലൂടെ വെള്ളം കടത്തി വിട്ടുകൊണ്ട് ഈ റോഡ് ഈ അപ്രോച്ച് റോഡ് തകർന്നത് ഈ നാട്ടുകാർക്കും ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം സുമനസ്സുകളുണ്ട്. അവർക്കൊക്കെയും വളരെ വേദനാജനകമായ ഒരു സംഭവമായി പോയി. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെട്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കാൻ വൻ കാലതാമസം നേരിട്ടതോടെ ദുരിതത്തിലായ നാട്ടുകാരാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പാലനിർമ്മാണം പൂർത്തീകരിച്ചത്. ജനം, പത്തനംതിട്ട.